LPG പ്രതിസന്ധിയിൽ അടിയന്തര നടപടികളുമായി കേന്ദ്രം ഹ്രസ്വകാല ദീർഘകാല പദ്ധതികൾക്ക് രൂപം നൽകാൻ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം. പ്രതിസന്ധിയിൽ മുങ്ങിയിരുന്ന സാധാരണക്കാർക്ക് ആശ്വാസമാവുകയാണ് ഈ നീക്കം. LPG പ്രതിസന്ധിയിൽ നിന്ന് കരകയറാനായി അടിയന്തര നടപടികളുമായി കേന്ദ്രം ഒരുങ്ങുകയാണ്. ഹ്രസ്വകാല ദീർഘകാല പദ്ധതികൾക്ക് രൂപം നൽകാനാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലും തീരുമാനമായത്. അവശ്യവസ്തുക്കളുടെ ക്ഷാമം ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് പ്രധാനമന്ത്രി യോഗത്തിൽ ആവശ്യപ്പെട്ടിരുന്നത്. അമേരിക്കയിലെ ടെക്സസിൽ നിന്നും ഇന്നലെ മംഗലാപുരം തുറമുഖത്തെത്തിയ LPG നിലവിലെ പ്രതിസന്ധിക്ക് ആശ്വാസമാകുമെന്നാണ് കേന്ദ്ര സർക്കാരും അറിയിച്ചത്. രാജ്യത്ത് പാചകവാതക ക്ഷാമം നേരിടുന്നതിനെ തുടർന്നുണ്ടായ ആശങ്കകൾക്കിടയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഇന്നലെ വൈകിട്ട് യോഗം ചേർന്നത്. അസംസ്കൃത വസ്തുക്കൾക്ക് ബദൽ വഴി തേടാനും കരിഞ്ചന്തയും പൂഴ്ത്തിവെഴുപ്പും തടയാനും രാസവള ലഭ്യത ഉറപ്പാക്കുന്നതുമൊക്കെയായിരുന്നു യോഗത്തിൽ ചർച്ചയായതും. രാജ്യത്തുടനീളമുള്ള തടസ്സമില്ലാത്ത വിതരണം, സ്ഥിരതയുള്ള ലോജിസ്റ്റിക്സ്, കാര്യക്ഷമമായ വിതരണം എന്നിവ ഉറപ്പാക്കുകയായിരുന്നു യോഗത്തിന്റെ ലക്ഷ്യം. പുതുതായി സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ചും യോഗം ചർച്ച ചെയ്തിരുന്നു. ഉപഭോക്തൃ വ്യവസായ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി ആഗോള സംഭവവികാസങ്ങൾ തുടർച്ചയായി നിരീക്ഷിച്ചു വരികയാണെന്നാണ് സർക്കാർ വൃത്തങ്ങളും അറിയിച്ചത്. ടെക്സസിൽ നിന്നും ഇന്നലെ മംഗലാപുരം തുറമുഖത്ത് LPG എത്തിയിട്ടുണ്ട്. അമേരിക്കൻ കപ്പലിന് മുമ്പായി റഷ്യൻ എണ്ണയുമായി അക്വ ടൈറ്റൻ എന്ന കപ്പലും മംഗലാപുരത്തുണ്ട്. ഹോർമസ് കടലിടുക്കിലുള്ള ഇന്ത്യയുടെ കൂടുതൽ കപ്പലുകൾ ഇന്ത്യയിൽ എത്തിക്കാനുള്ള ശ്രമങ്ങളും ഇപ്പോൾ തുടരുകയാണ്. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.